So hello guys, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ തകർപ്പൻ സ്പെസിഫിക്കേഷൻസുമായിട്ടാണ് POCO X4 Pro 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതിനോടകം തന്നെ പല ആൾക്കാരും ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ കൂട്ടത്തോടെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയോടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ എന്തുകൊണ്ടാണ് ഈ POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കൂട്ടത്തോടെ ഡെഡ് ആവുന്നത്? ഇതിന് കാരണം നോക്കുവാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിട്ട് ഇപ്പോൾ 1 ഇയർ പോലും ആകുന്നില്ല. എന്നിട്ടാണ് ഇതിനോടകം തന്നെ ഒരുപാട് ആൾക്കാരുടെ POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഡെഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ മെയിനായിട്ടും ഈ ഇഷ്യൂ കണ്ടുവരുന്നത് നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റിലാണ്. ഗ്ലോബൽ വേരിയൻറ്റിൽ അത്തരത്തിൽ യാതൊരു ഇഷ്യൂസും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ MIUIയുടെ 12.5 അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് കുറേ ആൾക്കാരുടെ POCO X3 Pro സ്മാർട്ട് ഫോൺസ് ഇതേപോലെ ഡെഡായി പോയിട്ടുള്ളതെന്ന് ഇപ്പോൾ ന്യൂസ് വരുന്നുണ്ട്. ഇനി ഞാനൊരു POCO X3 Pro യൂസറിൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു വ്യക്തിയാണ് ഗിരി ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഗിരീഷ് ബ്രോ. പുള്ളിക്കാരൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഇഷ്യൂസും പുള്ളിയുടെ പല സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്യൂസൊക്കെ വളരെ വ്യക്തമായിട്ട് പുള്ളി പല വീഡിയോസിലൂടെയും പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എനിവേ പുള്ളിക്കാരൻ ഈ ഒരു POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് 2021 മെയ്യിലാണ്. പുള്ളിക്കാരൻ ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കുറേ അധികം ഇഷ്യൂസ് പുള്ളിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. മെയിനായിട്ടും സോഫ്റ്റ്വെയർ ഇഷ്യൂസ്, പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഓൾറെഡി തന്നെ ആ ഒരു ഫോണിലുണ്ടായിരുന്നു. പിന്നീട് വന്നത് കുറച്ച് സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു. അതായത് പ്രോപ്പറായിട്ട് സെൻസേഴ്സ് ഒന്നും വർക്ക് ആവാത്തൊരു ഇഷ്യൂ, അതേപോലെ തന്നെ സ്ക്രീൻ ബ്ലിങ്കിങ് ഇഷ്യൂ, ഗോസ്റ്റ് ടച്ചിൻ്റെ ഇഷ്യൂ. ഈവൻ ഞാൻ എൻ്റെ POCO X3 Pro യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പോലും അവരും ഇതേ സെയിം ഇഷ്യൂ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ ഫോൺ കൊണ്ടുപോയി സർവീസ് സെൻറ്ററിൽ കാണിച്ചു. സർവീസ് സെൻറ്ററിൽ കാണിച്ചപ്പോൾ അത് ഫ്രീ ആയിട്ട് തന്നെ റിപ്പയർ ചെയ്ത് കിട്ടി. കാരണം ഫോണിൻ്റെ വാറൻറ്റി പീരീഡിനുള്ളതുകൊണ്ട് തന്നെ ഫോൺ ഫ്രീ ആയിട്ട് തന്നെ പുള്ളിക്ക് റിപ്പയർ ചെയ്ത് കിട്ടി. അങ്ങനെ ഇരിക്കുകയാണ് 2021 ഡിസംബറൊക്കെ ആയപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോൺ കംപ്ലീറ്റ്ലി ഡെഡ് ആയത്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ഫോൺ വീണ്ടും കൊണ്ടുപോയി സർവീസ് സെൻറ്ററിൽ കാണിക്കുകയാണ്. സർവീസ് സെൻറ്ററിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ മദർ ബോർഡ് പോയി, അതുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ പുതിയ ഫോൺ റീപ്ലേസ് ചെയ്ത് തരാമെന്ന്. അങ്ങനെ പുള്ളിക്കാരന് പുതിയൊരു POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടി. പുള്ളിക്കാരൻ ഇപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ആ ഒരു POCO X3 Proയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ അതെല്ലാം തന്നെയും ഈ ഫോണിലും ഉണ്ട്. പിന്നീട് അറിയാൻ കഴിയുന്ന മറ്റ് ചില ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് ബ്രോയുടെ ചാനലിലെ ചില സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഡെഡായിട്ട് ഇതേപോലെ സർവീസ് സെൻറ്ററിൽ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ തന്നെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റത്തില്ല. കാരണം ഈ ഫോണിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് Redmi Note 10 Pro Maxും Redmi Note 10 ഒക്കെയാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു POCO X3 Pro യൂസർ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ വാറൻറ്റി പീരീഡ് കഴിയാറായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കഴിയാറായെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ അതോറൈസ്ഡ് ഷോപ്പിലോ പോയിട്ട് ആ ഒരു വാറൻറ്റി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ അതിനാകുകയുള്ളൂ. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേരുടെ POCO X3 Pro ഇതേപോലെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണും ഡെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ വാറൻറ്റി കഴിയാറായിട്ടുള്ളവരുണ്ടെങ്കിൽ വാറൻറ്റി ഒന്ന് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഷോപ്പിലോ പോയിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് ഞാൻ POCO X4 Pro 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ എടുക്കേണ്ടതെന്ന് പറയാനുള്ള കാരണം, അതായത് POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഡെഡ് ആവാനുള്ള കാരണം അതിൻ്റെ മദർ ബോർഡ് പോയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ മദർ ബോർഡ് പോയെന്ന് സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചീപ്പ് ക്വാളിറ്റി മദർ ബോർഡാണ് ഈ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു POCO X3 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിരുന്നു അതിനകത്ത് വന്നിരുന്ന Qualcomm Snapdragon 860 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ്. സോ ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ സ്പെസിഫിക്കേഷനിൽ വലിയ കോംപ്രമൈസ് ഒന്നും കൊണ്ടുവരാതെ തന്നെ 22,000 എന്ന് പറയുന്ന നല്ലൊരു പ്രൈസിങ്ങിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ചില കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അവർ മെയിനായിട്ടും കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ കമ്പോണൻസിനാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ POCO X3 Proയെ പോലെ തന്നെ POCO X4 Pro 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ തകർപ്പൻ സ്പെസിഫിക്കേഷൻസുമായിട്ടാണ് വരുന്നത്. സോ നമുക്കറിയില്ല POCO കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി കുറച്ചുകൊണ്ടാണോ എന്ന്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്ത് റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ഈ ഫോൺ വാങ്ങുക. അപ്പോൾ നിങ്ങളൊരു POCO X3 Pro യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.